നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ 2024 ഫെബ്രുവരി ഹിന്ദി ഭൂഷൺ ദ്വിതീയ ഖണ്ഡ് പരീക്ഷ ചോദ്യപേപ്പർ 5ൻ്റെ 5ാമത്തെ മലയാളം പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത മാസം 8-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് പോകുന്ന എല്ലാവരും ഈ ഒരു മോഡൽ നന്നായി പഠിച്ചിട്ട് പോവുക. ഇവിടെ 2 മോഡൽ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. 2024 ഫെബ്രുവരിയും 2026 ഫെബ്രുവരിയും. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ നോട്ട് നിങ്ങളുടെ കയ്യിൽ പരീക്ഷാ സഹായം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സഹായത്തോടെ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഗദ്യത്തിൽ നിന്നും 10 ചാപ്റ്ററും പദ്യത്തിൽ നിന്ന് 10 ചാപ്റ്റർ. അപ്പോൾ ആ ഒരു 10 ചാപ്റ്ററിൽ നിന്ന് ഏതാണ്ട് ഒരു 7 ചാപ്റ്ററാണ് എക്സാമിന് വരുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബാലനെ കണ്ട വിശ്വാമിത്ര മുനിയുടെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്തെല്ലാം? അപ്പോൾ വിശ്വാമിത്ര മുനിയുടെ മനസ്സിലുണ്ടായ ചിന്തകളാണ് ആ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ രീതി തന്നെ വിശദീകരിച്ച് എഴുതുക. മലയാളം എപ്പോഴും ഒരുപാട് എഴുതണം, പക്ഷേ ഭാഷകളുടെയൊക്കെ എഴുതുമ്പോൾ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. പുരാണ കാര്യങ്ങളാണെങ്കിൽ അതേ രീതി തന്നെ എഴുതുക. അടുത്ത ഹിമാലയത്തിൻ്റെ ചാപ്റ്ററാണ്. ഹിമാലയത്തിൻ്റെ മഹത്വം ഏത് നിലയിലാണ് ശ്ലാഘനീയമാകുന്നത്? ലഘുകുറിപ്പ് തയ്യാറാക്കുക. കാലം തൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചപ്പോൾ ലോകത്തിലുണ്ടായ മാറ്റം കവി വിവരിക്കുന്നത് എങ്ങനെയാണ്? വിദ്വാൻ C.S. നായർ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെ? മാനിനി തന്നുള്ളിൽ മാലനുണ്ടെങ്ങനെ മാലോകരെല്ലാവരും ചൊല്ലുന്നിപ്പോൾ. സന്ദർഭം വിവരിച്ച് ആശയം വിശദമാക്കുക. മരണഭീതി. ഭർത്താവിൻ്റെ വാക്കുകേട്ട കുചേല പത്നി ചെയ്ത കാര്യങ്ങൾ ചെറുകഥ. അപ്പോൾ ഇവിടെ ഇതിൽ വരുന്നത് കൂടുതലായിട്ട് ഹിമാലയം, അച്ഛനും മകളും, പിന്നെ മരണഭീതി, ചെറുകഥാ പ്രസ്ഥാനം, കുചേലൻ്റെ മറ്റേ വേർപാടിൻ്റെ വേദന. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്ററൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അടുത്ത് വരുന്നത് അമ്മയെ കണ്ടു ഞാൻ എങ്ങനെയുള്ള അമ്മയാണ് കവി കാണിച്ചു തരുന്നത്? 2 വകക്കാരായ നേതാക്കന്മാർ. അപ്പോൾ നേതാക്കന്മാരുടെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത് റോമത്തെ 2 വരുന്നത് ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ശകുന്തളയുടെ ആന്തര്യ സൗന്ദര്യവും മഹനീയമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ. പിന്നെ ചങ്ങമ്പുഴ കവിതകൾ ഈ ഹൃദയത്തെ വശീകരിക്കാനുള്ള കാരണങ്ങളേവ? ജി മുത്തവാഹർ കർമ്മചന്ദ്ര മോഹദാസൻ എന്ന് പറയാൻ കവിയെ പ്രേരിപ്പിച്ചത് എന്ത്? ഗാന്ധിജിയെക്കുറിച്ച് അമ്മ മകനോട് പറയുന്ന കാര്യങ്ങൾ. വിദ്യ ധനമായി അധപതിക്കുന്നത് പോലെ മറ്റൊരു ശാപമില്ല എന്ന് പറയാൻ കാരണമെന്ത്? അതിചപലനീയമെന്താ കാരണം എന്ന് പറയാൻ ഉപഗുപ്തനെ പ്രേരിപ്പിച്ചത് എന്ത്? അപ്പോൾ ഇത്രയാണ് ഗദ്യത്തിലും പദ്യത്തിലും വരുന്ന കഥകൾ. അടുത്ത് ഒരു പുറത്തിൽ എഴുതാനുള്ളതാണ്. ഭാരതത്തിലെ കർണനും കർണഭൂഷണത്തിലെ കർണനും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നിരൂപകന്മാർ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? പിന്നെ വരുന്ന സോപാന സംഗീതം. നേരത്തെ പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ, അത് പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ വരുന്ന ചാപ്റ്ററുകൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പുറത്തിൽ എഴുതാനൊക്കെ ചോദിക്കും, 2 പുറത്തിൽ എഴുതാനൊക്കെ ചോദിക്കും. പിന്നെ വരുന്നത് 2 പുറത്തിൽ കവിയാതെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക. അർജുനൻ്റെ പാഠമുണ്ട്. മുന്നമേ 2 വരം കൊടുത്തിടുന്നാൾ. അപ്പോൾ ആ കഥയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അടുത്ത് ഒറ്റ പദം എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററൊക്കെ വായിച്ചാലേ നിങ്ങൾക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ചാപ്റ്റർ ഓരോ പാഠഭാഗത്തു നിന്ന് വരുന്ന സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഒറ്റപ്പദമാക്കുക. ദേശത്തോടുള്ള ഭക്തി, മഹത്വം ഉന്നതവും അഭിമാനത്തോടു കൂടി ജീർണിച്ച വസ്ത്രം, ഭാരതമാകുന്ന അമ്പ. അടുത്ത് ആശയവിശദമാക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു, ക്ഷമയ്ക്ക് നേരാൻ ധനമില്ല ലോകേ. അടുത്ത് തെറ്റ് തിരുത്തുക. അസാധ്യമായ തണുപ്പ് എല്ലാ മാസം തോറും. അടുത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ളത്. കർഷകരുടെ ആത്മഹത്യയ്ക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാചീന കലാരൂപത്തെക്കുറിച്ച് ഉപന്യസിക്കുക. അപ്പോൾ ഇത്രയാണ് മലയാളത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2024 ക്വസ്റ്റ്യനും 26 ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത് വരുന്നത് 26ലാണ്. ആശ്രമ വൃക്ഷങ്ങളോട് കണ്ണൻ നടത്തുന്ന അപേക്ഷ എന്താണ്? അടുത്ത് വരുന്നത് നിന്നുടെ കാന്തിയെ കെട്ടൊരു കാർവർണ്ണൻ പിന്നെയും ഇന്നിങ്ങനെ വെടിഞ്ഞു പോരൂ. അടുത്ത മരണഭീതി. പിന്നെ വരുന്നത് കുഞ്ചൻനമ്പ്യാരുടെ കാലില്ലാത്ത കാലത്തെക്കുറിച്ച്. പിന്നെ നേരത്തെ വായിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മോഡൽ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക. പിന്നെ വീണ്ടും അതുപോലെ തന്നെ റോമത്തെ 2ലും
നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തിയിട്ട് ആ വർക്കുകളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് മലയാളത്തിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഈ 2 മോഡൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 80 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ജയിച്ച സ്ഥിതിക്ക് നിങ്ങൾ സെക്കൻഡ് പാർട്ടിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് മലയാളം പേപ്പർ, പിന്നെ ഒരു പേപ്പർ പ്രോജക്റ്റ് ഏത് കവിയാണോ കുറിച്ച് എഴുതുന്നത് അതിനെക്കുറിച്ച് എഴുതുക. പിന്നെ വരുന്നത് ഓറലാണ്. ഓറൽ പറയുമ്പോൾ കൂടുതലായിട്ടും വരുന്നത് ഏതെങ്കിലും ഒരു കവിയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാചീന കവികളും ആധുനിക കവികളെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ 4ാമത്തെ പേപ്പറിൽ വരുന്ന അതിലുള്ള വൻവേടുകളും അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഗ്രാമർ വരുമ്പോൾ കാലം, കാല്, സജ്ഞ, സർവനാമം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഏകദ്യോതിന് 1 മുതൽ 20 വരെ, പിന്നെ അര, കാല്, മുക്കാല്, പിന്നെ നിങ്ങളെക്കുറിച്ച് ഹിന്ദിയിൽ പറയാൻ പഠിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓറലിന് സാധാരണയായിട്ട് വരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു മലയാളം സെൻറ്റൻസ് തന്നിട്ട് അതിനെ ഹിന്ദിയിലോട്ട് എഴുതാൻ ചോദിക്കും. പിന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ ഇത്രയാണ് ഭൂഷണ് സെക്കൻഡ് പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ 4ാമത്തെ പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മലയാളം പേപ്പർ, ഒരു ഈ ഹിന്ദിയുടെ പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡിൽ വരുന്നത്. പ്രോജക്റ്റ് ഇപ്പോഴേ എഴുതി തയ്യാറാക്കുക. പരീക്ഷയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ കൊടുക്കണം. പിന്നെ ഓറൽ എല്ലാ പാഠഭാഗങ്ങളും നേരത്തെ വായിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രവേശനം, ഭൂഷണം ഫസ്റ്റ് പാർട്ടിനും പഠിച്ച ടെസ്റ്റുകളുടെ പേരും അതുപോലെ തന്നെ എത്ര പേപ്പറാണ് അതിലുള്ളത് അതൊക്കെ നോക്കി വെച്ചിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ 969 സബ്ബായിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ചും കൂടെ ഉള്ളൂ 1000 ആവാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ